നിങ്ങളൊരു പോസിറ്റിവിറ്റി ചിന്തകരാണോ അതോ ഒരു പോസിബിലിറ്റി ചിന്തകരാണോ? നമുക്കൊന്ന് പരിശോധിക്കാം. ഹായ്, ഞാൻ ഷാഹിദ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വർത്തമാനകാല ചിന്തകൾക്കും വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അപ്പുറമാണ് പോസിബിലിറ്റി നിൽക്കുന്നത്. നമ്മൾ പോസിറ്റിവിറ്റിയോടുകൂടി ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു, പ്രവൃത്തി ചെയ്തു, പക്ഷേ നമുക്ക് കിട്ടിയ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് അവിടെ വരും. നമ്മൾ സ്വയം പറയും, ഇത് വർക്കൗട്ട് ആവില്ല, ഇതിൽ ഞാൻ സമ്പത്തിറക്കി, എൻ്റെ സമയം ഇറക്കി, എൻ്റെ ശരീരം കൊണ്ടുള്ള അധ്വാനം ഇറക്കി, പക്ഷേ ഒന്നിലും എനിക്ക് റിസൾട്ട് കണ്ടെത്താൻ സാധിച്ചില്ല എന്നൊരു നിരാശയുടെ സ്വരം നമ്മളിൽ വരും. അത് പാടില്ല. നമ്മുടെ ഈ പരാജയത്തെ പോസിബിലിറ്റി ആയിട്ട് നമ്മൾ കാണണം. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ പോസിറ്റീവ് ആയിരുന്നാൽ പോലും പലപ്പോഴും നമ്മൾ പോസിബിലിറ്റി അവിടെ കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉപയോഗിക്കുന്ന ബൾബ്, വൈദ്യുതി അല്ലേ? തോമസ് ആൽവ എഡിസൺ ഒരു വൈദ്യുത ബൾബ് നിർമ്മിക്കാനായിട്ട് 1000-ലേറെ തവണ പരാജയപ്പെട്ടു. പക്ഷേ ഒരിക്കലും അദ്ദേഹം പരാജയം സമ്മതിച്ചില്ല. പകരം എന്താണ് അദ്ദേഹം ചെയ്തത്? എൻ്റെ ഓരോ പരാജയവും എനിക്ക് ലഭിച്ച ഓരോ പോസിബിലിറ്റി ആയിട്ടാണ്, ഓരോ അറിവുകളായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഡിസ്നി ലാൻഡ് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തെ സമൂഹം മൊത്തം പുച്ഛിച്ചു. പക്ഷേ ഇന്ന് ലോകത്തിലെ നമ്പർ 1 ആയിട്ട് ഡിസ്നി ലാൻഡ് സ്ഥിതി ചെയ്യുന്നു. നമ്മളെല്ലാവരും തന്നെ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഒരിടം, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ പോസിബിലിറ്റിയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. എങ്ങനെ പോസിബിലിറ്റിയെ വളർത്താം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഏതൊരു ജോലിയോ ബിസിനസ്സോ സംരംഭമോ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ആദ്യം നമുക്ക് ചിന്തിക്കാം. ഇതിൽ തീർച്ചയായിട്ടും എനിക്ക് പല വിധത്തിലുള്ള മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രതിസന്ധികൾ നേരിടാം, ബ്ലോക്കുകൾ വരാം. പക്ഷേ ഞാൻ ഒരിക്കലും ആ ഒരു ബ്ലോക്കിൽ നിന്ന് പോകില്ല. പകരം ഞാൻ അതിൽ ഒഴുകിച്ചേർന്ന് എൻ്റെ വിജയത്തിന് വേണ്ടി ഞാൻ പരിശ്രമിക്കും എന്ന വ്യക്തമായ ബോധവും ധാരണയും ഉറച്ച വിശ്വാസവും കൊണ്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും. ആത്മവിശ്വാസത്തിൻ്റെ നെറുകയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അത് തന്നെ ആയിരിക്കണം നമ്മുടെ പോസിബിലിറ്റി. പരാജയങ്ങൾ സംഭവിക്കണം. പരാജയങ്ങൾ സംഭവിച്ചാൽ മാത്രമാണ് വിജയത്തിൻ്റെ രുചി നമുക്ക് നുകരാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും പരാജയത്തിലൂടെ ആ പരാജയത്തിനെ പോസിബിലിറ്റി ആക്കി കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സംരംഭങ്ങളെ, ബിസിനസ്സിനെ, ജോലിയെ ഉയർത്തിയെടുക്കാൻ സാധിക്കും. ചെറിയൊരു പ്യൂണായി ജോലിക്ക് ചേർന്ന പല വ്യക്തികളും ഇന്ന് വലിയ തസ്തികയിൽ ബാങ്ക് മാനേജറൊക്കെ ആയി എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അത്ഭുതകരമായി നമ്മൾ കേൾക്കാറും കാണാറുമുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ്. കാരണം അവരുടെ ആ ചെറിയ വിദ്യാഭ്യാസം, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്യൂണായിട്ട് കയറിയപ്പോൾ ഉണ്ടായിരുന്ന ചെറിയ വിദ്യാഭ്യാസം അവർ വളർത്തിയെടുത്തു. അവരതിനെ പോസിബിലിറ്റിയാക്കി കണ്ടു. ആ പോസിബിലിറ്റിയിലൂടെ അവർ വിജയിച്ചു. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ പോസിറ്റിവിറ്റിക്ക് അപ്പുറത്ത് നിൽക്കുന്ന പോസിബിലിറ്റി കൊണ്ടുള്ള വിജയം. ഇത്തരം വിഷയങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വിഷയമായി കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്.